ഞാനിവിടെ ഒരു ബീഫ് കറിയാണ് വെക്കുന്നത്. അതിന് വേണ്ടത് ബീഫ് കഴുകി വൃത്തിയാക്കിയത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സവോള അരിഞ്ഞത്, പച്ചമുളക് കീറിയത്, കരിവേപ്പില, പിന്നെ കാശ്മീരി മുളക് പൊടി, മീറ്റ് മസാല, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് തേങ്ങ ചിരണ്ടിയത്, ഗരം മസാല, ബദാം, കടല. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് വറുത്തെടുത്താൽ മതി. അത് ഒത്തിരി മൂത്ത് പോകരുത്, കരിയരുത്. അത് വറുത്തെടുത്തിട്ട് അതിനകത്ത് നമ്മൾ കുറച്ച് ഇഞ്ചി പേസ്റ്റ് കൂടെ ചേർത്ത് നമ്മൾ മിക്സിയിലാക്കി ഒന്ന് കറക്കിയെടുത്താൽ മതി. അതിനകത്തോട്ട് അപ്പോൾ ഇറച്ചി നമ്മൾ കുക്കറിലോട്ട് ഇടുക. അതിനകത്തോട്ട് ഈ മസാലയും ഇച്ചിരി ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഈ സവോളയും കരിവേപ്പിലയും ഈ പച്ചമുളകും കൂടെ കീറിയിട്ട് നമ്മൾ നല്ലപോലെ പുരട്ടി കുക്കറി വെച്ച് അടുപ്പിൽ വെക്കുക. അതവിടെ ഇരുന്ന് വേകട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഈ തേങ്ങയും ഗരം മസാലയും ഈ ബദാമും ഈ കടലയും കൂടെ നല്ലപോലെ അരച്ചെടുക്കണം. അതിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു. അത് ഗ്രേവി നല്ല രുചിയായിട്ട് കിട്ടാനും ഗ്രേവി കണക്കിന് കൊഴുപ്പ് കിട്ടാനും വേണ്ടിയിട്ടാണ് അരച്ച് ചേർക്കുന്നത്. അപ്പോൾ ഇത് അരച്ച് ചേർക്കുക. അപ്പോൾ ഇറച്ചി വെന്ത് നമ്മളൊരു ചീനിച്ചട്ടി എടുക്കുക. ചീനിച്ചട്ടിയിലോട്ട് എണ്ണ ഒഴിക്കുക. കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഈ അരപ്പ് ചേർക്കുക. എന്നിട്ടത് മൂത്ത് കറക്റ്റ് ഒരു ഗ്രേവി ആക്കി കഴിയുമ്പോൾ നമുക്ക് വെന്ത ഇറച്ചി അങ്ങോട്ടിടുക. എന്നിട്ട് കണക്കിന് ഉപ്പും ഗ്രേവിയൊക്കെ ആക്കി നമുക്ക് ഇളക്കിയെടുക്കാം. നമുക്ക് വേണ്ട ചാറൊക്കെ ആക്കി ഉപ്പും ഒക്കെ ഉണ്ടോ എന്ന് നോക്കി, രുചിയൊക്കെ ഉണ്ടോ എന്ന് നോക്കി നമുക്ക് ഇറച്ചിക്കറി ഇവിടെ റെഡിയാണ്. എന്നിട്ട് അതവിടെ അങ്ങ് മൂടി വെക്കുക. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള പ്രതീക്ഷയിൽ താങ്ക്സ്.